ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ ശബരിയോട് പറയാണ്, അനിതേട്ടിയുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്താലോ എന്ന് പറഞ്ഞോട് തന്നെ നീ മാറ്റി വലിയൊരു വില്ലത്തിയാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് വിനയനെയാണ്. വിനയൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ കാര്യം. ഇതൊരു പെൺകുട്ടിയാണ് എന്ന സൂചനയിലുള്ള ആ ഡോക്ടറുടെ സംസാരം വിനയനെ വല്ലാതെ അസ്വസ്ഥയാക്കണം കേട്ടോ. അങ്ങനെ വിനയൻ കമിഴ്ന്നടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ലതികയിൽ ലംബോദരം വരികയാണ്. എന്തിനാ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയുമ്പോൾ, അന്ന് ചീരു എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്കത് സമ്മതിച്ചു കൊടുത്താൽ മതിയായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ലതിക പറയണം, മോനെ ഒരമ്മയും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കില്ല, അവളന്ന് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് അതിൻ്റെ വളർച്ച ഓരോ ദിവസവും അവളിങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഇനി അവൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ചീരുവാണ് എനിക്ക് അമ്മയെ വലുത്, നിങ്ങൾ രണ്ടുപേരും നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്ക് കുഞ്ഞിനെയൊക്കെ ഒക്കെ വലുത് ചീരുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നിട്ട് പറയണേ, എനിക്ക് 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സമാധാനിച്ചോളാം, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം, അതുകൊണ്ട് അമ്മയും അമ്മാവനും പോകണം എന്നൊക്കെ പറയുമ്പോൾ ലംബോദരൻ ആകെ പൊളിച്ച് നിൽക്കുക. എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത്. സുശീല ഇങ്ങനെ ചിന്തിക്കുകയാണ് തൻ്റെ മകൻ അനന്തമാഷിൻ്റെ കാല് പിടിച്ച ആ കഥയെക്കുറിച്ച് കേട്ടോ. ഇനിയും എൻ്റെ മകൻ അനന്തമാഷിൻ്റെ മുന്നിൽ കാല് പിടിക്കാൻ പോകും, എനിക്ക് വേണ്ടി കാല് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അനന്തമാഷ് എൻ്റെ മകൻ്റെ നന്മ തിരിച്ചറിയും, അതോടുകൂടി അനുപമയിലോട്ട് വീണ്ടും എൻ്റെ മകൻ പോവും, അതില്ലാതിരിക്കാൻ ഞാൻ തന്നെ പോകണം, ഞാൻ തന്നെ തീരുമാനം എടുക്കണം, എന്തായാലും അയാളുടെ കാല് പിടിക്കണം, ആരും അറിയാതെ അയാളുടെ കാല് പിടിക്കണം എന്ന തീരുമാനം സുശീല എടുക്കണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി സുശീല വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കഥക് ഇങ്ങനെ തുറക്കായിരിക്കൂട്ടോ പ്രതിഭ. അപ്പോൾ പ്രതിഭയുടെ പിറകിൽ കാണാൻ സുശീല വന്നിരിക്കുന്നത്. പ്രതിഭയെ കണ്ടിടുന്ന സുശീല പറയണേ, അതെ ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത്, ഞാൻ എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണാൻ പോവാണ്, അത് നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകുന്നത്, നീ വാക്കുകൾ കൊണ്ട് വളച്ചൊടിക്കണ്ട, അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ പറയുന്നത്, അല്ല എങ്കിൽ പറയില്ല എന്ന് പറയുമ്പോൾ പ്രതിഭ ഒന്നും മിണ്ടില്ല കേട്ടോ. പ്രതിഭ അകത്തോട്ട് അങ്ങനെ അങ്ങ് കയറിപ്പോയി. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. അങ്ങനെ സുശീല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അനന്തമാഷ് കാരണം ഗേറ്റ് കടന്ന് വരുന്നതായിട്ടോ. അത് കാണുന്നതിനോടുകൂടി സുശീല തേടിയ വള്ളി കാലിൽ ചുറ്റി, അയ്യോ ആ വള്ളി ഇനി പാമ്പാവാഞ്ഞാലും മതി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉമ്മറത്തോട്ട് അങ്ങ് കയറിയിട്ട്, എന്താ മാഷേ ഇങ്ങോട്ടേക്ക് വന്നത്, മാഷ് ഉമ്മറത്തോട്ട് കയറി വാ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അനന്തമാഷിനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ അനന്തമാഷ് പറയണത്, ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, സുശീല നിൻ്റെ 2 മക്കൾ എൻ്റെ കാല് പിടിക്കാൻ വന്നു, അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, ഇനി മേലാൽ നീ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സുശീല നീ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്, നിൻ്റെ കയ്യിൽ അങ്ങ് വിലങ്ങ് വീഴുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി സുശീല അങ്ങ് ഞെട്ടിപ്പോകണേട്ടോ. അങ്ങനെ സുശീലക്ക് ഒരു ദേഷ്യഭാവം വരികയാണ്, അഹങ്കാരഭാവം, തിരിച്ചടി കൊടുക്കേണ്ട ആ അഹങ്കാരഭാവം വരുമ്പോൾ ഉടൻ തന്നെ അനന്തമാഷ് പറയണേ, സുശീല ഇത് നീ ഒന്ന് ഓർത്ത് വെച്ചാൽ നിനക്ക് നന്ന്, ഈ അനന്തമാഷിനോട് എന്നോട് കളിക്കാൻ നിന്ന ഇനി ഞാനാണെന്ന് നീ ശരിക്കും അറിയും, നിൻ്റെ 2 മക്കൾ എൻ്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ഇന്ദ്രൻ എന്ന മകനുണ്ടല്ലോ, അവൻ എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അവനോട് പറഞ്ഞ ഒരു ചെറിയൊരു സൂചനയാണ്ട്, അതായത് അനുപമയ്ക്ക് വേണ്ടി അവനൊരു പക്ഷേ എല്ലാം ത്യജിക്കുമെന്നുള്ള സൂചന. അത് കേൾക്കുന്ന സുശീല പറയണേ, ആഹാ അപ്പം നിങ്ങൾ വീണ്ടും സംസാരിച്ച് വരുന്നത് എൻ്റെ മകനും നിങ്ങളുടെ മകളുമായി കൂട്ടിക്കെട്ടാനുള്ള ആ പരിശ്രമമാണ്, എന്നാൽ മാഷെ നിങ്ങൾ അത് മോഹിക്കണ്ട എന്ന് പറയട്ടോ. എന്നാൽ നീ ഒന്ന് കരുതി വെച്ചോ, നിൻ്റെ മകൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തായാലും ഇത്രയും കാലം ജീവിച്ചു, ഇനി എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് എൻ്റെ ഭാര്യയെ ഞാൻ കൈപ്പിടിക്കും, എൻ്റെ ഭാര്യയെ കിട്ടാൻ വേണ്ടി അമ്മയെ ഒരുപക്ഷെ ഞാൻ തള്ളി പറഞ്ഞെന്നും വരും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുശീല ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ, എൻ്റെ മകൾ നിനക്ക് ഡിവേഴ്സ് നോട്ടീസ്, ഇന്ദ്രന് നേരെ ഡിവേഴ്സ് നോട്ടീസ് അയച്ചത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പുണ്ട്, ഇനിയിപ്പോൾ അവളുടെ മനസ്സ് മാറി അവൾ ഇന്ദ്രനെ നൽകണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ നിൻ്റെ മകൻ നിന്നെ ഉപേക്ഷിക്കാനും തയ്യാറാണ് എന്നുള്ള ആ ഒരു തീരുമാനമാണ് എനിക്ക് മുന്നിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ സുശീല ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ സുശീല ഇത് ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ സിറ്റ് ഔട്ടിൽ വന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സുശീല, അയ്യോ എൻ്റെ മകനെ കൊണ്ടുപോലെ, എനിക്കെൻ്റെ മകനാണ് വലുത്, എൻ്റെ മകനെ കൊണ്ടുപോലെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണ്, ആര് കൊണ്ടുപോലെ എന്നാണ് പറയുന്നത്, അയ്യോ കൊണ്ടുപോലെ മാഷേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്താ അമ്മ പറയുന്നത്, ആരുടെ കാര്യമാണ് പറയുന്നത്
ഹേയ് ഞാനൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടോ ഇതും കേട്ട് ഇന്ദ്രനെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചിരുവിനെയാണ് കാണിക്കുന്നത്. രഘുവിന് ഇങ്ങനെ ചായ കൊടുക്കുകയാണ് അമ്പിളി. ചിരുമോളെ നീ എനിക്ക് ചായ തരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം രഘു പുറത്തോട്ട് കിടക്കാണ് ചായയുമായിട്ട്. അപ്പോഴാണ് ദാസ് ചിരുവിൻ്റെ റൂമിലോട്ട് കടക്കാൻ ശ്രമിക്കുന്നത്. അത് കണ്ട രഘു ദാസിനെ വിളിക്കുകയാണ്. ഉടൻ തന്നെ എന്തായി തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മാവൻ ഇന്നലെ രാത്രി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാനും അമ്പിളി ഇങ്ങോട്ടേക്ക് വന്ന് എന്തായാലും അമ്മാവിൻ്റെ ഉറക്കം ഈ പ്രായത്തിൻ്റെ സമയത്ത് അതൊക്കെ കളയുന്നത് ആരോഗ്യത്തിന് വലിയ പ്രശ്നം വരും. അതുകൊണ്ട് അമ്മാവിനെ ഇവിടെ കൂടുതൽ നിർത്താൻ പറ്റില്ല. അല്ല ചീരുവിൻ്റെ അഭിപ്രായം എന്താണ്? ചീരു ഇന്നലെ അമ്മാവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അവളുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ലെന്ന്. അത് കേൾക്കുന്ന ദാസ് പറയാണ് വിനയൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. അവൻ വളരെ ടെൻഷനിലാണ്. അവൻ എന്തൊക്കെയോ പിച്ചുമായും പറയുന്നുണ്ട്. അവൻ്റെ കുഞ്ഞിനേക്കാൾ വലുത് അവൻ്റെ ഭാര്യയാണ്. അവൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ എന്തായാലും ചീരുവിനോട് സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ചീരുവിൻ്റെ അരികത്തോട്ട് പോകുമ്പോൾ ചീരു കാണാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ദാസങ്ങൾ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത്. നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചു. എൻ്റെ അച്ഛൻ പറഞ്ഞു എൻ്റേതാണ് തീരുമാനമെന്ന്. എൻ്റെ അച്ഛന് ഞാനാണ് വലുതെങ്കിൽ തീർച്ചയായും എൻ്റെ അച്ഛൻ ഞാൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അതിനെ അനുവദിച്ചില്ല. പക്ഷേ ഇപ്പോഴെനിക്ക് ഇതിന് ശ്വാസവും രക്തമൊക്കെ കൊടുത്ത് ഞാൻ വളർത്തുമ്പോൾ ഇത് എൻ്റേതായി മാറി. എൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണെങ്കിലേ എൻ്റെ കുഞ്ഞിനെ കളയാനുള്ള ആ സംസാരം ഇവിടെ വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ ദാസ് പറഞ്ഞു ഇല്ല ഞാനൊരിക്കലും അങ്ങനെ സംസാരിക്കില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ മോളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മിണ്ടാനാവാതെ ശബ്ദിക്കാനാവാതെ അവിടെ നിൽക്കാനേ കഴിയുള്ളൂ കേട്ടോ. പിന്നീട് മാഷിനെ കാണിക്കുന്നത്. മാഷിനെ ഫോൺ അടിക്കാണ്. ആ സമയം സരോജിനി ആണ് വിളിക്കുന്നത്. ഉടൻ തന്നെ എന്താ സരോജിനി എന്ന് ചോദിക്കുമ്പോൾ മാഷെ ചതിച്ചു എന്ന് പറയണേ. ഇത് കേട്ടുടൻ തന്നെ എന്താ? അതെ നമ്മുടെ ആ പിന്നാമ്പറത്തെ തെങ്ങില്ലേ അത് ചതിച്ചിരിക്കുന്നു. അയ്യോ അപ്പോൾ അത് വീണോ? അതെ വീണു. അത് നമ്മുടെ വീടിൻ്റെ അടുക്കള വശത്തെ ഡോറ് പൊളിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന മാഷ് പറയണേ വല്ല കള്ളനാണോ പൊളിച്ചത് എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. അത് കേട്ട ഉടൻ തന്നെ അല്ല കള്ളനൊന്നല്ല, അത് ഈ ഒരു തെങ്ങിൻ്റെ മണ്ട ചെന്ന് വീണതിൽ പൊളിഞ്ഞതാണ്. എന്തായാലും ഇനിയൊരു കാറ്റും മഴയും ഉണ്ടായ അടുക്കളയിലോട്ട് വെള്ളം ഫുള്ളായി കയറും. ഇപ്പം തന്നെ കയറിയിട്ടുണ്ട്. 4 ആളെ പണിയുണ്ട്. മാഷ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അത് തീർക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉടൻ മാഷ് പറയണം അതെങ്ങനെ വരും? ചിരുമോള് ഹോസ്പിറ്റലല്ലേ എന്നും പറയുന്ന ആ ഒരു സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാഷിനെ ഇന്ന് അവിടെ നിന്നും ഒഴിവാക്കുന്നതിൽ അതിലൊരു വ്യക്തമായ ഒരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വിനയൻ്റെ ആ കള്ളക്കളി ഡോക്ടറുമായി സംസാരിക്കണമെന്നുള്ള ആ ഒരു തീരുമാനം ദാസ് പറയുന്നുണ്ട്. നമുക്ക് ഡോക്ടറേറ്റ് ഒന്ന് സംസാരിക്കാം. രഘുവാണ് അവിടെ മുടക്കുന്നത്. ഡോക്ടറുമായി സംസാരിക്കേണ്ട, എന്തായാലും ഡോക്ടർ ചിരുവിനോട് നേരിട്ട് ഇത് പറയാതിരുന്ന അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ എന്ന് ദാസിനോട് പറയുമ്പോൾ അതിനീ പറഞ്ഞത് ശരിയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇനിയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നത് കേട്ടോ.